നമസ്കാരം. കോട്ട പെട്രോൾ പമ്പിന് സമീപമുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണ് ഈ കാണുന്നത്. കേട്ടോ, ഈ സ്കൂൾ വണ്ടികളും മറ്റു നിരവധി വാഹനങ്ങളും പോകുന്ന സർവീസ് റോഡാണ്. ഇവിടെ ഇത്തരം വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യണ കാരണമുണ്ട് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഈ ഫ്രണ്ടിൽ കിടക്കണ വണ്ടിക്കാരനായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ തർക്കിച്ചുകൊണ്ട് നിൽക്കണ്. അദ്ദേഹം എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇത് പരിഹരിക്കാനായിട്ട് നിരവധി തവണ ചാലക്കുടി നഗരസഭയുമായി ബന്ധപ്പെട്ടും ട്രാഫിക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും പരിഹരിച്ചിട്ടില്ല. വലിയൊരു ബ്ലോക്കായിരുന്നു. ആ ചങ്ങാതിയോടെ അടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. എന്നിട്ട് പറയണേ നമുക്ക് കേട്ടോ. ചേട്ടാ മാറ്റി, ഏത് വണ്ടി വരണ്ടേ? ആ വണ്ടി മാറ്റി. എടുത്ത് മാറ്റിയാടെ. നീ നിൽക്കണേൻ്റെ അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടോ? ഈ വണ്ടിയുടെ അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടോ? അവിടെ പാർക്കിംഗ് ഉണ്ട്, അവിടെ കയറ്റിയിട്ട് വണ്ടി. നീ തൊള്ള തോന്നിയ വണ്ടി ഇവിടെ കയറ്റിയിട്ട് ബാക്കി വണ്ടികൾക്ക് പോണ്ടേ? മാറ്റി വിടുന്നത്. ഈ വണ്ടികൾ ഇട്ടോ നോക്കി ഇവിടെ നോക്കി. ഇവിടെ നിന്ന് എങ്ങനെ നമ്മളൊരു വണ്ടി വളച്ച് കൊണ്ടുപോകും? ഇത് ഈ ഭാഗത്തുനിന്ന് ഒരു വണ്ടി എങ്ങനെ വളച്ച് നമ്മൾ ഹൈവേന്ന് വളച്ചെടുക്കും വണ്ടി? ഇതൊരാൾക്കും പോകാൻ പറ്റില്ല. ഒരു പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ വണ്ടി കൊണ്ട് പോകണേ? ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ടുള്ള വീഡിയോ നിനക്ക് അയച്ചു തരാം. വണ്ടികൾ തന്നെ ഉണ്ടോ? ഇത് ഇവിടെ നിന്നുള്ള ഹൈവേന്ന് അല്ല, അവിടെ നിന്നൊക്കെ വണ്ടി വളച്ച് ഇതെങ്ങനെ ഒരു വണ്ടി ഇവിടെ നിന്ന് വളച്ചു കൊണ്ടുവരും? അപ്പോൾ അവിടെ നിന്നൊരു വണ്ടി ഉണ്ട്. ഈ വണ്ടികൾ എവിടെയിട്ട് ഒതുക്കും? ഏതൊരു സൈഡിലേക്ക് ഒതുക്കേണ്ട വണ്ടി. ഇത് എവിടേക്ക് ഒരു സൈഡിലേക്ക് വണ്ടി ഒതുക്കുക? ഹൈവേന്നൊരു വണ്ടി എങ്ങനെ വളച്ചെടുത്ത് കൊണ്ടുവരും? ഇപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരാണെങ്കിൽ തന്നെ, ഒരു ലേഡി ആരിലും വരാണെങ്കിൽ തന്നെ എങ്ങനെ സാധനം ഇവിടെ നിന്ന് എടുത്തോണ്ട് നമ്മൾ വണ്ടി പമ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പേ? ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ പോട്ട സർവീസ് റോഡിൻ്റെ ക്രസൻറ്റ് സ്കൂളിൻ്റെ ആ വഴി അതിൽ കടന്ന് ആശ്രമം ജംഗ്ഷൻ കൂടി പോട്ടയിലേക്ക് പോകുന്ന സർവീസ് റോഡിൽ നിരവധിയായിട്ടുള്ള കാർഗോ ലോറികൾ പാർക്ക് ചെയ്ത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വിഷയം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഇടപെടൽ നടത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം വാർഡ് ചാലക്കുടി നഗരസഭ 1-ാം വാർഡിലെ കൗൺസിലർ വി ജെ ജോജു ആണ്. കൗൺസിലർ അതിലെ പോകുന്ന സമയത്ത് ഈ വൈകുന്നേര സമയങ്ങളിൽ സ്കൂൾ ബസ്സുകൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കാണുകയും അവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന അവിടെ ഈ ലോറി പാർക്ക് ചെയ്തിട്ട് അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കാം. അങ്ങനെ ഒരു ഡ്രൈവറായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും ആ ഡ്രൈവറെ അവിടെ നിന്ന് ഏൽപ്പിച്ച് ആ വാഹനം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഒരു വലിയ നന്മയാണ് വി ജെ ജോജു എന്ന് പറയുന്ന ചാലക്കുടി നഗരസഭയുടെ 1-ാം വാർഡ് കൗൺസിലർ ചെയ്തത്. പക്ഷേ ഇതുകൊണ്ടും ഈ പ്രശ്നം അവസാനിക്കുമോ? എല്ലാ ദിവസവും വി ജെ ജോജുവിന് അവിടെ വന്ന് നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. സത്യത്തിൽ ഇതേ പ്രശ്നം തന്നെ ചെറങ്ങരയിൽ സർവീസ് റോഡുകളിൽ അനുഭവിക്കുന്നുണ്ട്. അവിടെ നിരവധിയായിട്ടുള്ള ലോറികളാണ് ഇപ്പോഴും പാർക്ക് ചെയ്യുന്നത്. ഒരു തവണ ഇങ്ങനെ ലോറികൾ പാർക്ക് ചെയ്തിട്ട് അവിടെ ഗ്രാമസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ചർച്ച വന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഈ പരിപാടി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കി നോക്കി എങ്ങനെയാണ് അതിലൂടെ യാത്രക്കാർക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുക? ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശന ശരങ്ങളുമായിട്ട് വന്നത് ലോറി ഡ്രൈവർമാരായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ എവിടെ പോയി വാഹനങ്ങൾ പാർക്ക് ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ടാക്സും അതുപോലെ തന്നെ ടോളും കൊടുത്തു പോകുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കേണ്ടത് സംവിധാനങ്ങൾ തന്നെയാണ്. ഞാൻ അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. അതിനുള്ള വഴികൾ ചെയ്തു കൊടുക്കേണ്ടതും ഈ സംവിധാനങ്ങൾ തന്നെയാണ്. പക്ഷേ റോഡിലൂടെ വാഹനങ്ങൾക്കാണ് പോകാനുള്ളത്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മാർഗ്ഗതടസ്സം ഉണ്ടാക്കിയാൽ എത്രയോ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്തായിരിക്കും ഈ ബ്ലോക്ക് മൂലം പോകാൻ സാധിക്കാതെ വരുന്നത്. ലോറി ഡ്രൈവർമാർ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക. അവരും മനുഷ്യരാണ്, ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥ നിങ്ങൾ നോക്കി വയ്ക്കാൻ എന്താണ് ഈ സംഭവം? അവർ പറയുന്നതിലും കുറേ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ടോള് ഭീകരമായിട്ട് വാങ്ങിച്ചു കൂട്ടുന്ന ഈ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ടോൾ കമ്പനി, അല്ലെങ്കിൽ റോഡ് നിർമ്മിച്ച കരാർ കമ്പനി ഒക്കെ തന്നെ എവിടെയാണ് ഈ സർവീസ് റോഡുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സർവീസ് റോഡുകൾ നമ്മുടെ മുരിങ്ങൂര് കഴിഞ്ഞ് കോട്ടമുറി കഴിഞ്ഞ് അതിലൂടെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ആ കൊരട്ടി ജംഗ്ഷൻ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ലത്തിമ്പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സർവീസ് റോഡില്ല. അവിടെ നിന്നും പിന്നെ ചെറങ്ങര വരെ എവിടെയാണ് സർവീസ് റോഡുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ. ചാലക്കുടി MP എവിടെ പോയി എന്നുള്ള ലജ്ജാകരമായ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ഈ വിഷയത്തിൽ
ശരിക്കും സമ്മർദ്ദം ചെലുത്തേണ്ടതും വിഷയത്തിൽ ഇടപെടേണ്ടതും ജനപ്രതിനിധികളാണ്. ഈ സർവീസ് റോഡുകൾ ഇല്ലാത്തത് മൂലം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാനും പിടിക്കാനും ആരുമില്ല. പലപ്പോഴും ഈ തവണ വർക്ക് ഏറ്റെടുത്ത കമ്പനി അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സർവീസ് റോഡിൻ്റെ പ്രൊജക്റ്റ് ഇതിലില്ല. പിന്നെ സർവീസ് റോഡിൻ്റെ പ്രൊജക്റ്റുകൾ എന്നാണ് വരിക? മുരിങ്ങൂര് മുതൽ ചിറങ്ങര വരെ സർവീസ് റോഡില്ല. ഇതിനൊക്കെ ഭീമമായിട്ടുള്ള തുകകളും മറ്റു കാര്യങ്ങളും ടോളിലൂടെ ഈ ജനങ്ങളിൽ നിന്നും പിഴിയുകയും ചെയ്യുന്നു. ഒരു വശത്ത് ഉള്ള സർവീസ് റോഡിൽ ഇതുപോലെയുള്ള നീണ്ട വാഹനങ്ങളുടെ ക്യൂ ആണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടലുണ്ടാകണം എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒരു VJ ജോജു ഈ വിഷയത്തിൽ ചാലക്കുടി നഗരസഭയിൽ പ്രതികരിക്കാനുണ്ടായി. അയാൾ ആ പോകുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന മാർഗ്ഗതടസ്സം മാറ്റാൻ വേണ്ടി ഇടപെടുകയും ചെയ്തു. എത്ര VJ ജോജുമാർക്ക് ഇങ്ങനെ സാധിക്കുമെന്നുള്ളത് അറിയില്ല. കാരണം ഇത് അവർ മനുഷ്യരാണ്, അവർക്കും വേറെ പല പരിപാടികളുണ്ടാവും. റോഡിൽ ഇപ്പോഴും നീണ്ട ഈ പറയുന്ന പാർക്കിംഗ് പരിപാടികൾ ഇപ്പോഴും അനസ്യൂതം തുടരുകയാണ്. ഇതെന്ന് തീരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മുടെ ഈ പോട്ട അടിപ്പാത കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡിൽ കൂടെ പോയി ആ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗത്ത് അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേര് മഹാറാണി ഹോട്ടൽ എന്നാണ്. ആ ഹോട്ടലിലെ ഭക്ഷണത്തെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. പക്ഷേ ആ ഹോട്ടലിൻ്റെ മുന്നിൽ ഈ KSRTC ബസ്സുകൾ അല്ലെങ്കിൽ ദീർഘദൂര ബസ്സുകളെല്ലാം തന്നെ പാർക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഹൈവേയിലേക്ക് പോകാനോ ഒന്നും കയറാനോ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഇതാരാണ് ഇതിൽ ഇടപെടേണ്ടതെന്ന് അറിയില്ല. ബസ്സുകൾ KSRTC ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്ത് അവർ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു പോരായ്മയോ പ്രശ്നമായിട്ടോ അല്ല പറയുന്നത്. പക്ഷേ അത് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുന്നു. രാത്രി സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ എന്ന് വേണ്ട അവിടെയും ഇതൊരു ബ്ലാക്ക് സ്പോട്ട് പോലെ മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്നതിൻ്റെ ബ്ലാക്ക് സ്പോട്ടായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സർവീസ് റോഡുകളില്ല. ഉള്ള സർവീസ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട ക്യൂ പാർക്കിംഗ്, വലിയ കാർഗോ ലോറികളുടെ, അതുപോലെ തന്നെ KSRTC ബസ്സുകൾ പാർക്ക് ചെയ്ത് ഹോട്ടലിന് മുന്നിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആര് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടുമെന്നുള്ളതും ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ചിന്തയുണ്ട് എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് സാധിക്കൂ. ഞാനും ഇതിൽ ദുഃഖിതനാണ്. ലോറിക്കാരുടെ വിഷമത്തിൽ ഞാനും പങ്കുകാരാകുന്നു. പക്ഷേ റോഡുകൾ പാർക്ക് ചെയ്യാനുള്ളതല്ല. നന്ദി, നമസ്കാരം.